ബഹുമാനികളെ, തീർത്താ തീരാത്ത പ്രയാസങ്ങളാണ് സമസ്തയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നത്. ഞാൻ ഒരു സമസ്തക്കാരനാണ്. സമസ്തയിൽ ഇന്ന് കാര്യമായിട്ട് ഇൻദാറും തബ്ശീറും വാദിർ അഷീറത്തക്കൽ അഖറബീൻ എന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. പിന്നെ എന്താണ് അവിടെ നടക്കുന്നത്? ഭിന്നതയുണ്ടാകുമ്പോൾ അവസാനം ഒരു സമിതിയെ രൂപീകരിച്ച് ആ സമിതിയെങ്കിലും തീർക്കട്ടെ എന്ന് ജനങ്ങൾ സന്തോഷിച്ചു. അത് ഏകദേശം സമിതി തീർക്കേണ്ട ഫോർമുലകളൊക്കെ വെച്ച് ഏകദേശം ഒരു ധാരണയാകും എന്ന് കണ്ടപ്പോൾ ഫിത്നയുടെ ആളായ അമ്പലക്കടവ് ഇറങ്ങി. കാരണം അദ്ദേഹത്തിന് ഇറങ്ങല്ലാതെ രക്ഷല്ല. എന്തുകൊണ്ടാണ്? അയാളുടെ മകളുടെ ഒരു കോടിയുടെ സാമ്പത്തിക ക്രമക്കേട് നിലനിൽക്കുകയാണ്. അപ്പം അയാൾക്ക് സമസ്തയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കാണിക്കണം. ആർക്ക്? AKG സെൻറ്ററിന്. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ശ്രീയിൽ ആരോടും അന്വേഷിക്കാതെ മന്ത്രിസഭാ യോഗത്തിൽ പോലും പറയാതെ ഒപ്പുവെച്ചതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മകനെയും മകളെയും അദ്ദേഹത്തെയും രക്ഷിക്കണം എന്നതുപോലെ തന്നെ അമ്പലക്കടവിന് ഈ സമസ്തയിൽ നിരന്തരം പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. അത് നമ്മൾ കാണുന്നില്ലേ? SFI ഒക്കെ ദാറുൽ നജാത്തിൽ വിജയിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ വലിയ കരങ്ങളാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. നമുക്ക് നേരെ അറിയാലോ എന്താണ് SFI എന്ന്. ഈ മനുഷ്യൻ അറിയാത്ത ഒരാളല്ല. മനസ്സിലായില്ലേ? കമ്മ്യൂണിസത്തിനെ സംബന്ധിച്ച് വിവരമില്ലാത്ത ഒരാളൊന്നുമല്ല ഇവന് ഈ ഫിത്ന തുടർന്നേ പറ്റുള്ളൂ. അതുകൊണ്ട് സമസ്തയിലുള്ള സാത്വികരായ പണ്ഡിതന്മാർ ചിന്തിക്കണം. തീരാത്ത പ്രശ്നത്തിന് ഇവനെ ഒതുക്കി തീർത്താൽ, ഇവനെ സമസ്തയിൽ നിന്ന് പുറത്താക്കിയാൽ സമസ്തയിലുള്ള പ്രശ്നം അവസാനിക്കും. ഒരേ ഒരു മനുഷ്യനും ഒരു 4-5 ആളുകൾ ഇവനെ ചുറ്റിപ്പറ്റിയവരുമാണ് SKSFിലെ പാതാറ്, കരുളായി പോലത്തെ കുറഞ്ഞ ആളുകൾ. അതുപോലെ തന്നെ അത് ഇവൻ്റെ വാലാട്ടിയ. അവരും കുറച്ച് മുക്കം ഉമർ ഫൈസിയൊക്കെ കുറച്ചും കൂടിയൊക്കെ ഇവൻ്റെ അത്ര തന്നെ ഫിത്നയിലേക്ക് തിരിയുന്നില്ല. AV, ആലമ്പാടി, ഇങ്ങനെ 4-5 ആൾക്കുള്ളൂ ഈ അഹങ്കാരത്തിൻ്റെ വലിയ രൂപം. ബാക്കിയുള്ളവർക്കൊന്നും ഇല്ല. സമസ്തയും നാടും നല്ല രീതിയിൽ ഒരുമിച്ച് പോകണം. മുസ്ലിം ലീഗും സുന്നിയും ഇവിടെ സുന്നത്ത് ജമാഅത്തും ഇവിടെ ഒരുമിച്ച് പോകണം എന്ന് പഴയ ആളുകൾ ചിന്തിച്ചതുപോലെ തന്നെയാണ്. മുസ്ലിം ലീഗിൽ മുജാഹിദ് ഉണ്ടെങ്കിലും പഴയ കാലത്ത് മുസ്ലിം ലീഗും സമസ്തയുമായി ഒരു ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രയാസം വന്നപ്പോൾ ശിഹാബ് തങ്ങളെ ശംസുൽ ഉലമ വിളിച്ചത്.